ഉദാഹരണത്തിന് പ്രായം ചെന്ന ആളുകളെയും കൊണ്ടൊരു യാത്ര നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു രസകരമായ സംഭവമാണ്. 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ എല്ലാവരും കൂടി ബസ്സിലിട്ടിട്ട് ഒരു കൊണ്ടുപോകല്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം, ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഒന്നിച്ച് കഴിക്കണം. വലിയ ചിലവൊന്നും വരില്ല. വയനാടൊക്കെ പോയിട്ട് നല്ലൊരു ബോട്ട് റേസിംഗ് ഒക്കെ നടത്തി, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ പോയിട്ട് ഒരു കുളിയൊക്കെ നടത്തി, അങ്ങനെ പ്രായം ചെന്നവരെങ്ങനെ കൊണ്ടെടുക്കണം കുടുംബക്കാർ. കാരണം പ്രായം ചെന്ന ആളുകളൊക്കെ വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കുക. ഇതേപോലെ പഴയ കാലത്ത് ഉമ്മാമ്മമാരെ കൂട്ടിയിട്ട് വേണമെങ്കിൽ അധികം ചെലവില്ലാത്തൊരു പരിപാടി അരിമണി വറുത്തതും ചായയും. ഉദാഹരണം പറയണം, എല്ലാ മാമാരെയും കൂട്ടുക, ചിരട്ടയിൽ അരിമണി വറുത്തതും ചായ. ഈ ലോകത്തിൽ ഏറ്റവും വില കൂടിയ കോഫി എൻ്റെ അറിവിൽ, നീ ഫായിദ മുഹമ്മദ് അതിൻ്റെ അപ്പുറത്ത് കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സ്റ്റാർബക്സിൻ്റെ കോഫിയാണ്. 5000 രൂപയുടെ 7000 രൂപയുടെ കോഫിയൊക്കെ ഉണ്ട്. 500 രൂപ മുതൽ തുടങ്ങും. അപ്പൊ അത്രയും വില കൂടിയ കോഫിയേക്കാൾ വില കൂടിയ കോഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചായ എന്ന് പറഞ്ഞാൽ അരിമണി വറുത്തതും ചായയാണ്. പഴയ കാലത്ത് ഉമ്മമാരുണ്ടാക്കി തന്ന അരിമണി വറുത്തിട്ട് അതിൽ ഇളനീര് ചിരകിയിട്ടിട്ടൊരു കുടിയുണ്ട്. അത് ഒരുപാട് കാലമായിട്ട് കുടിക്കാത്ത ഉമ്മാമ്മമാരുണ്ടാവും. അപ്പൊ ചിരട്ടയിൽ പ്ലാവിന്റെ ഇല ഇട്ടിട്ട് കുടിപ്പിച്ചാല് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്, ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും ഒരു പക്ഷെ, എന്താണ് ഓക്സിറ്റോസിൻ എന്ന് അവർക്കറിയാം. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹോർമോണാണ്. ഓക്സിറ്റോസിൻ ഉണ്ടാകാൻ കാരണമാകും. നമ്മൾ ഇന്നലകളിൽ പോയിട്ടുള്ള ഈ തറവാട് മുറ്റത്ത് പോവുക, ഉമ്മാമ്മയുടെ കാച്ചുതുണി കാണുക, ചെറുപ്പത്തിൽ നമ്മൾ കളിച്ച നെല്ലിമരച്ചോട്ടിൽ പോവുക, അല്ലെങ്കിൽ പഴയ കാലത്തെ ഗാനങ്ങൾ കേൾക്കുക, ഇതൊക്കെ ഓക്സിറ്റോസിൻ ഉണ്ടാക്കാൻ കാരണമാകുന്നു. അത് വലിയ സന്തോഷം നമുക്കുണ്ട്. നമ്മളിന്ന് മുന്നിലേക്ക് മാത്രം നോക്കി പോകുന്നവരാ, പിന്നിലേക്ക് നോക്കാത്തവരാ. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് സത്യത്തിൽ ആർക്കാന്നറിയോ? എഴുത്തുകാർക്ക്, ചിന്തകന്മാർക്ക്. ഇവർക്കൊക്കെ കുറച്ച് കൂടുതൽ ആയുസ്സുണ്ട്. എഴുത്തുകാർ ചിലപ്പോൾ 85-ലും 90-ലൊക്കെ മരിക്കുക. ഈ എഴുത്തുകാർ കൂടുതൽ എഴുതുന്നത് ഇന്നലകളെ കുറിച്ചിട്ടാണ്. ഇന്നലകളുടെ മുറ്റങ്ങളും ഇന്നലകളുടെ കവിതകളൊക്കെയാണ് ഇന്നും അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. MT വാസുദേവൻ നായർ എന്നോ കഴിഞ്ഞു പോയ നാലുകെട്ട എഴുതിയത്, എന്നോ കഴിഞ്ഞു പോയ മഞ്ഞിനെ കുറിച്ചാണ് എഴുതിയത്. അതുകൊണ്ട് അവർക്കെന്നും ഇന്നലകളിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ കാണുന്ന ഹോർമോണൊക്കെ വളരെ കൂടുതലാകുന്നതാണ്. അതിന്റെ ശാസ്ത്രീയ വശമത. അപ്പൊ നമ്മൾ ഈ കൂടുന്നത് എന്തിനാണ്? പഴമക്കാരെ നോക്കാൻ, പഴമക്കാരിൽ നിന്ന് കഥകൾ കേൾക്കാൻ. ഉമ്മാമ്മയുടെ പഴയ കാലത്ത് നിങ്ങൾ ചോദിച്ചു നോക്കട്ടെ, ഇവിടെ പ്രായം ചെന്ന ഉമ്മാമ്മയെ പുഴ അക്കരക്ക് കെട്ടിച്ചിട്ടുണ്ടാവും. അതൊരു കയറർത്തലും കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അത് പുഴ അക്കരക്ക കെട്ടിക്കുക കൂടുതൽ ആൾക്കാരെ. അന്ന് അവര് പുഴ, അന്ന് പാലമില്ല. ഈ കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞ പാലം എല്ലാവരും വിചാരിച്ചിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ്. അതൊക്കെ കളവാണ്. അത് നമ്മുടെ ഒരു മുഖ്യമന്ത്രിനെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഒരു ചെറിയ പാലം, പിന്നെ വലിയ പാലം, ഇനി വലിയ പാലം വരുന്നുണ്ട്. ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരെ കാലത്ത് ഉണ്ടാക്കിയത്. നമ്മൾ കേരള ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ പുഴ നീന്തിക്കടക്കാൻ, ശരിക്കും ഇങ്ങനെ നടന്നു പോകാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ ഇവർ ചൂട്ട് കത്തിച്ചിട്ടാ പുതിയ എണ്ണൊക്കെ പോവാണ്. ചൂട്ട് കത്തിച്ചു പോയ കഥ, ചൂട്ട് വെള്ളത്തിലായപ്പോ കെട്ട കഥ, അങ്ങനെ പിന്നെ കയ്യ് പിടിച്ചുകൊണ്ട് നടന്ന കഥ, അവിടെ എത്തിയ സമയത്ത് കയ്യ് മാറിപ്പോയിരുന്നു എന്ന് തിരിച്ചറിയുന്ന കഥ. ഇങ്ങനത്തെ കുറെ കഥകൾ പറയാണ്ടാവും പഴയ ഉമ്മാമ്മമാർക്ക്. ആ കഥകൾ കേൾക്കുമ്പോൾ പുതിയ തലമുറക്ക് ആ പഴയ ഓർമ്മയിലേക്ക് പോകാൻ പറ്റണം. ഇതേപോലെ തന്നെ പഴമക്കാരായ ആളുകൾ പുതിയ തലമുറയെ കൃത്യമായി മനസ്സിലാക്കാനും പറ്റണം. ഉദാഹരണത്തിന് അവരൊന്ന് മുടിയൊന്ന് മാറ്റിവെട്ടി, അപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായി ചൂടായി. മുടി അങ്ങനെ വെട്ടുന്നത് നല്ലതൊന്നുമല്ല. പക്ഷെ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലേ നമ്മൾ ട്രീറ്റ് ചെയ്യാവൂ. ഉദാഹരണത്തിന് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മെസ്സിയെ ഇഷ്ടമാകാം, നെയ്മറിനെ ഇഷ്ടമാകാം, അല്ലെങ്കിൽ റൊണാൾഡോയെ ഇഷ്ടമാകാം, എംബാപ്പയെ ഇഷ്ടമാകാം. അപ്പൊ നമ്മൾ അവരൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞ് അവരോട് തർക്കിക്കലല്ല നമ്മുടെ രീതി. പകരം അവരുടെ പോസിറ്റീവ് സൈഡ്, ഞാൻ പുതിയ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയാണ്, എൻ്റെ അഭിപ്രായം പറയാണ്, സൈക്കോളജിക്കലി പറയാണ്. പുതിയ കുട്ടികളോട് അവരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്നതിന് പകരം അവരുടെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു കൊടുക്കണ്ടേ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ചെറുപ്പ കാലഘട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളോടൊപ്പം നടക്കുന്ന സമയം എപ്പോഴും ഓർമ്മയിലുണ്ടായിരുന്നത് അനിയത്തിമാരെ കുറിച്ചിട്ടും അനിയനെ കുറിച്ചിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു. ദരിദ്രപൂർവം അവന് യാചിക്കേണ്ടി വരുമോ എന്ന് തോന്നുന്നു. അവസാനം പഠിത്തത്തിൽ പിന്നിലാകേണ്ടി വരുന്നു. നീ പഠിക്കാത്തവനാണ് എന്ന് ടീച്ചർ അവനെ മുദ്ര കുത്തിയപ്പോൾ ടീച്ചർക്ക് നേരെ കസാര എടുത്തുയർത്തുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നു. പിന്നീട് കളി ഗ്രൗണ്ടിൽ എത്തുന്നു. അവസാനം വളർന്ന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയറായി മാറുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. അപ്പൊ നമ്മൾ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ എന്താണ്? ഒന്നുമില്ലാത്ത, ആരുമില്ലാത്ത, എന്തിനും കഴിവില്ലാത്ത ഒരാൾ ഉയർന്നു വരുന്ന സംഭവമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അയാളുടെ കുറ്റങ്ങളല്ല.
വേണമെങ്കിൽ നമുക്കിതും പറയാം. അഥവാ മുസ്ലിമായ ഒരു കളിക്കാരൻ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയില്ല, ഒരു കളിക്കാരൻ കളിഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുമ്പോൾ തന്റെ കൂട്ടുകാരനായതുകൊണ്ട് ളുഹറും അസറും വരുന്ന സമയത്ത് പോയി നിസ്കരിക്കുക എന്ന് എന്നോട് പറയുന്നത് റൊണാൾഡോയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ റൊണാൾഡോയെ പറ്റി പ്രസംഗിക്കാനല്ല. അപ്പൊ കുട്ടികൾ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവരെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി അതാണ്. തന്റെ ദാരിദ്ര്യം കൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നാലോ എന്ന് തോന്നിയതാണ് റൊണാൾഡോയുടെ അമ്മക്ക്. ഗർഭമുള്ള സമയത്ത് മരുന്ന് കഴിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നിന്നതാണ് റൊണാൾഡോയെ. പക്ഷെ എന്നിട്ടും ഈ മാതാവിന്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടായി, പ്രസവിക്കപ്പെട്ടു. ആ കുട്ടി വളർന്നു വലുതായി. ഇന്ന് സ്വന്തം മാതാവിനെ എത്തി നോക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥാപാത്രം കൂടിയാണ് ഇദ്ദേഹം. എന്ന് വെച്ചാൽ കളിയുടെ മാസ്മരികതയിലേക്ക് കയറിയിട്ടത് വേൾഡ് കപ്പായാലും യൂറോ കപ്പായാലും ഏത് കപ്പായാലും അമ്മയൊന്ന് വിളിക്കുമ്പോഴേക്ക് വീട്ടിൽ ഓടിയെത്തുന്ന കളിക്കാരന്റെ പേരാണ് റൊണാൾഡോ. അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ റൊണാൾഡോ കളിക്കാരനാണ്, അയാളെ ആരാധിക്കണോ ഇതാക്കണോ അതെല്ലാം നമ്മൾ പറയണ്ടേ. പകരം അദ്ദേഹത്തിന്റെ നന്മകളാണ് പുതിയ കുട്ടികളോട് പറയണ്ടേ. അപ്പൊ എത്ര തിരക്ക് പിടിച്ചാലും നീ റൊണാൾഡോയെ പോലെ അമ്മയെ കാണാൻ എത്തുന്ന കുട്ടിയായിരിക്കണം എന്ന പാഠമാണ് നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കേണ്ടത്. ഞാൻ റൊണാൾഡോന്റെ ആളൊന്നും അല്ല കേട്ടോ. ഞാൻ റൊണാൾഡോനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഇയാൾ റൊണാൾഡോ ഫാൻ എന്ന് വിചാരിക്കണ്ട. തന്റെ മുമ്പിൽ അതൊക്കെ ആ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കണ്ടേ. എന്ന് വെച്ചാൽ തന്റെ മുമ്പിൽ കൊക്കക്കോളയുടെ ഒരു ബോട്ടിൽ വന്നിരിക്കുന്നു. ഇന്റർവ്യൂവിന് വന്ന സമയത്ത് കാണുന്നത് കൊക്കക്കോള ബോട്ടിലാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതെടുത്ത് മാറ്റുന്നു. തന്റെ ബാഗിൽ നിന്ന് പച്ചവെള്ളം എടുത്ത് കുടിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനിത് കുടിക്കില്ല എന്ന മെസ്സേജ് കൊടുക്കുന്നു. അതോടുകൂടി കൊക്കക്കോള കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലെ കോടികൾ ഇടിഞ്ഞു പോകുന്നു ആ ഒരൊറ്റ മാറ്റിവെക്കലിലൂടെ. അങ്ങനെ കൊക്കക്കോള പോലും കുടിക്കാത്ത ഒരു റൊണാൾഡോയാണ് നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. ഞാൻ പറയുന്നത് പുതിയ തലമുറയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. ദ ഷോർട്ട് ലെഗർ എന്ന പേരിൽ വിളിക്കപ്പെട്ട്, ഷോർട്ട് ലെഗർ എന്ന് പറഞ്ഞ കുഞ്ഞിക്കാലൻ എന്നാണ്. കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിക്കപ്പെട്ട് സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ച പയ്യൻ 4-ാം വയസ്സിൽ ചേരുന്നു, 6-ാം വയസ്സിൽ ക്ലബിന് വേണ്ടി കളിക്കുന്നു, 10-ാം വയസ്സിൽ അസുഖം വരുന്നു, 11-ാം വയസ്സിൽ ആ അസുഖം മൂർച്ഛിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 14-ാം വയസ്സിൽ അസുഖം മാറുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നു. അങ്ങനെ ഉയർന്നു പോയി കുഞ്ഞിക്കാല കുഞ്ഞിക്കാല എന്ന് നമ്മളിങ്ങനെ കളിയാക്കി വിളിച്ചിരുന്ന പേരായിരുന്നു ദ ഗ്രേറ്റ് മെസ്സി. അതുകൊണ്ട് നമ്മൾ അടിച്ചമർത്തിയാലും ആരുമല്ലെന്ന് പറഞ്ഞാലും ഒന്നുമില്ലെന്ന് പറഞ്ഞാലും നീ വട്ടപൂജ്യമാണ്, നീ ഷോർട്ട് ലെഗറാണ് എന്ന് നമ്മളെ വിളിച്ചാലും കുതിച്ചുയരണമെന്ന പാഠമാണ് അദ്ദേഹത്തിലൂടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്ന പാഠമാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. താനൊന്ന് ജയിക്കുകയായിരുന്നെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന 500-600 കോടി പാവപ്പെട്ട ജനങ്ങൾക്ക്, അതും പ്രത്യേകിച്ച് ഹാൻഡിക്യാപ്ഡ് ആളുകൾക്ക് വിതരണം ചെയ്യുമായിരുന്നേനെ എന്ന് പ്രഖ്യാപിച്ച നല്ല മനുഷ്യനായ എംബാപ്പെ എന്ന് പറയുന്ന കളിക്കാരനെയാണ് സത്യത്തിൽ നമ്മൾ അവരെ പരിചയപ്പെടുത്തേണ്ടത്. ഞാനിത് പറയാനല്ല പറയുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിലും ഒരു പാഠമുണ്ട്. എല്ലാം പാഠങ്ങളാണ്. അതിന്റെ നന്മയുള്ള വശങ്ങൾ നമ്മൾ എടുക്കുക, നന്മയുള്ള വശം മാത്രം. അപ്പൊ പുതിയ തലമുറയെ മനസ്സിലാക്കുക, പഴയ തലമുറയുടെ ലോകത്തേക്ക് പോവുക. അതിന്റെ പേരാണ് സത്യത്തിൽ കുടുംബ ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മുടെ വീട്ടിൽ ഉമ്മാമ ഒരു വീട്ടിൽ അവിടെ ഇരിക്കുന്നു, എന്നിട്ട് ഉമ്മാമ ഫോൺ വിളിക്ക് പറയാണ് ആരോട്? നമ്മുടെ ഉമ്മയോട്. അവനെ കണ്ടിട്ട് കുറെ കാലായി. ഏത്? പേരക്കുട്ടിനെ കണ്ടിട്ട്. ആ പേരക്കുട്ടിനെ കണ്ടിട്ട് കുറെ കാലായി എന്ന് ഉമ്മാമ പറയാണ്. എന്നിട്ട് ഈ പേരക്കുട്ടിനോട് ഉമ്മ പോയിട്ട് പറയണം, ഉമ്മാമ നിന്നെ വിളിക്കുന്നുണ്ട്, നിന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. എനിക്കാവൂല. അപ്പൊ ഇവൻ വാട്സപ്പിലാണ്, ഇവൻ ഫേസ്ബുക്കിലാണ്. അങ്ങനെ എനിക്കാകില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇരിക്കാൻ. എടാ നീയൊന്ന് ഉമ്മാമാനൊന്ന് പോയി കണ്ടുവയ്ക്കുക, ഞാൻ പിന്നെ പോയിക്കൊണ്ട് എന്ന് പറഞ്ഞ് പിന്നെയും ഇരിക്കാൻ. ഈ കുട്ടി ആലോചിക്കേണ്ട ഒരു ചിന്തയുണ്ട്. നിനക്കിപ്പോ 18 വയസ്സായെങ്കിൽ 18 വർഷം മുമ്പ് ലേബർ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരുന്ന നിന്റെ ഉമ്മയുണ്ട്. ആ കരഞ്ഞിരുന്ന സമയത്ത് വെപ്രാളപ്പെട്ട് കരയുമ്പോ പുറത്തു നിന്ന് തസ്ബീഹ് മാലകൾ മറിച്ചോ മറിക്കാതെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കേവലം തള്ളയുണ്ട്. അഥവാ ഈ സ്ത്രീക്കൊന്നും പറ്റരുതേ, എന്റെ മരുവൾക്കൊന്നും പറ്റരുതേ, ആ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് പറഞ്ഞ് ഇദാ വഖഅത്തിൽ വാഖിയയും സൂറത്ത് യാസീനുമൊക്കെ ഓതി ലേബർ റൂമിന്റെ അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിശബ്ദമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ആ ഉമ്മാമയാണ് നിങ്ങളെ ഇന്ന് വിളിക്കുന്നത് എന്ന തോന്നലാണ് കുടുംബ സംഗമത്തിൽ നമുക്കുണ്ടാകേണ്ടത്.